നാളെ റിപ്പബ്ലിക് ഡേ ആണ്. നിങ്ങൾക്കറിയാം, റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രി 7 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. പത്മ പുരസ്കാരങ്ങളും ഇന്നാണ് പ്രഖ്യാപിക്കുക. ഡൽഹിയിൽ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് സുരക്ഷാ ക്രമീകരണം വളരെ ശക്തമാക്കി എന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസങ്ങളായി ബൽറാമിനെ കാണാത്തതുകൊണ്ട് ബൽറാം എങ്ങോട്ട് പോയി, വിനീത എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് എൻ്റെ ഇടപാട് തീർന്നുപോയി. ഓക്കെ, പറയൂ. നാളെ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് രാജ്യം. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് രാജ്യ തലസ്ഥാനത്ത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു റിപ്പബ്ലിക് ദിന സന്ദേശം രാജ്യത്തിന് നൽകും. ഈ സന്ദേശത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യം നേടിയ നേട്ടങ്ങൾ ഉൾപ്പെടെയുള്ളവ വിശദമായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രപതി വിശദീകരിക്കും. ഇതോടൊപ്പം തന്നെ പത്മ പുരസ്കാരങ്ങൾ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപിക്കുന്നുണ്ട്. വൈകിട്ട് 9 മണിയോടെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഒരു പ്രഖ്യാപനം, ഇതിന്റെ പട്ടിക പുറത്തു വന്നത്. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം സാധാരണക്കാർക്കിടയിൽ നിന്നുള്ള സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കലാ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പുരസ്കാരങ്ങൾ നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ്. അത്തരത്തിൽ ആരെല്ലാം ഇത്തവണത്തെ പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ആ പട്ടിക പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും അത് സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാകുക. ഒപ്പം തന്നെ ഈ ചെങ്കോട്ട സ്ഫോടനം കൂടാതെ ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിന ആഘോഷത്തോട് അനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിനെ പല ഇടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പതിവ് സുരക്ഷാ ക്രമീകരണങ്ങളും വാഹന നിയന്ത്രണങ്ങളും റിപ്പബ്ലിക് ദിന ആഘോഷത്തോട് അനുബന്ധിച്ച് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്.